അയ്യോ ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജൂനിയർ സ്റ്റേറ്റ് മുംബൈ പരീക്ഷയുടെ റിവിഷൻ സീരീസിൽ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ന്റെ സിലബസ് നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം ഇവിടെ നമുക്ക് പറയാനുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം ടേംസ് റിലേറ്റഡ് ടു ഐസി എഞ്ചിൻ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഫയറിംഗ് മോഡൽ, വാൽ ടൈം ഡയഗ്രം തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ സീരീസ് ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം വളരെ ബേസിക് ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഫ്യൂൽ ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ ആൻ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ? അപ്പൊ നമുക്കറിയാം ഓട്ടോ സൈക്കിൾ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ആണ് അല്ലെ. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. പെട്രോൾ ആണ്. ഇതിന്റെ കുറെ സിഗ്നിഫിക്കന്റ് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്തായാലും ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പെട്രോൾ ആണ് ആൻസർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിൽക്കട്ടെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മാക്സിമം റെക്കമെൻഡ് കംപ്രഷൻ റേഷ്യോ ഫോർ ആൻ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒരു IT ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ പോലും തെറ്റാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം പലപ്പോഴും പല അശ്രദ്ധകൾ കൊണ്ടാണ് ഇവിടെ നമുക്ക് ആൻസേഴ്സ് തെറ്റിക്കുക. ഓട്ടോ സൈക്കിളാണ് ചോദ്യം എന്ന് ഓർത്തിരിക്കുക. കംപ്രഷൻ റേഷ്യോ ഓട്ടോ സൈക്കിളിന് വളരെ കുറവായിരിക്കും. 10:1 ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഓട്ടോ സൈക്കിളിന് അറിയുന്ന പോലെ തന്നെ നമുക്ക് എന്താ അറിയണം, നമ്മുടെ ഡീസൽ സൈക്കിൾ അറിയണം. ഡീസൽ സൈക്കിളിന് നോർമലി 19-24 വാല്യൂ വരാറ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ചാർട്ടിൽ നിന്നാണ്, ഇതിന്റെ ഒരു കമ്പാരിസൺ ചാർട്ടിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പ് അടുത്തൊരു ചോദ്യം, ഇൻ ആൻ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ ഹൗ ഇസ് ദ ഫ്യൂൽ ഇഗ്നൈറ്റഡ്? അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. കാരണം ഓട്ടോ സൈക്കിളിൽ നമ്മൾ സ്പാർക്ക് പ്ലഗും ഇലക്ട്രിക് സ്പാർക്കും, അതുപോലെ തന്നെ ഡീസൽ സൈക്കിളിൽ പെർച്യൂ ഓഫ് ടെമ്പറേച്ചർ കൊണ്ടുമാണ് എന്ത് സംഭവിക്കാം, ഈ പറയുന്ന ഫ്യൂൽ ഇഗ്നിഷൻ സംഭവിക്കാം. അപ്പൊ ഇവിടെ എന്താണ്, ഇലക്ട്രിക് സ്പാർക്ക് ഈസ് ദ റൈറ്റ് ആൻസർ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയ ആണ്. അടുത്തൊരു ചോദ്യം കൂടെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ കാർബറേറ്റർ ഇൻ ആൻ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ? ഇതും ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. To compress the air fuel mixture, to cool the engine, to atomize and vaporize fuel. ഏതാണ് ആൻസർ? To atomize and vaporize fuel is the right answer for carburetor. കാരണം കൃത്യമായ റേഷ്യോയില് എയർ ഫ്യൂൽ മിക്സ്ചർ ആണ് എന്ത് ചെയ്യാം, ഓട്ടോ സൈക്കിളിന്റെ ഇൻലെറ്റിലേക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്കിൽ കടന്നു വരിക. ഡീസലിലാണെങ്കിൽ അത് എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാർഫുൾ ഗ്യാസ് ഈസ് എമിറ്റഡ് ബൈ ആൻ ഓട്ടോ സൈക്കിൾ എഞ്ചിൻ? ഇപ്പൊ ഈ കഴിഞ്ഞ 4 ക്വസ്റ്റ്യൻസിന് വ്യത്യസ്തമായിട്ട് അഞ്ചാമത്തെ ചോദ്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സ് തെറ്റ് വരാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. കാരണം ഇവിടെ നമുക്ക് നമ്മുടെ നിമി ബേസ്ഡ് മാത്രമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം വേറെ ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ജൂനിയർ സ്റ്റേറ്റ് പരീക്ഷയ്ക്ക് റെഫർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ വാല്യൂസ് അല്ലെങ്കിൽ ഓരോ വാക്കുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് നൈട്രജൻ ഓക്സൈഡും അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡും നമുക്ക് സ്പോട്ടിൽ തന്നെ കട്ട് ചെയ്ത് കളയാം. ഈ 2 പോയിന്റുകളായിരിക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കുരുങ്ങി കിടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അതോ കാർബൺ മോണോക്സൈഡ് ആണോ എന്നുള്ളത്. അപ്പൊ ഇത് നമുക്ക് കാർബൺ മോണോക്സൈഡ് ആണ് CO ഫോർ ഓട്ടോ സൈക്കിൾ. അത് നമുക്ക് പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. എന്നാലും ഒന്ന് ഓർത്തിരിക്കാം, ഈ ഒരു ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ ഈ ഒരു പർട്ടിക്കുലർ ചാർട്ട് ഒരു SI എഞ്ചിനെ സംബന്ധിച്ച് പെട്രോൾ ആണ് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ആസ് ഫ്യൂൽ. CA എഞ്ചിൻ ആണെങ്കിൽ ഡീസൽ ഈസ് യൂസ്ഡ് ആസ് ഫ്യൂൽ. അതുപോലെ തന്നെ ഡ്യൂറിങ് സെക്ഷൻ സ്ട്രോക്ക് ഇത് കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. ഇതിന്റെ നല്ല PDF ഫയൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഡ്യൂറിങ് സെക്ഷൻ സ്ട്രോക്ക് ഇവിടെ എയർ ഫ്യൂൽ മിക്സ്ഡ് ആണ് കയറി വരിക. കംപ്രഷൻ റേഷ്യോ ഇവിടെ 10:1 ആണ്, ഇവിടെ 24:1 ആണ്. അതുപോലെ തന്നെ കംപ്രഷൻ പ്രഷർ ഇവിടെ ലോ ആണ്, 90-150 ആണ്, ഇവിടെ 400-550 ആണ്. അപ്പോൾ ഈ പറയുന്ന എല്ലാ പോയിന്റുകളും നമ്മൾ കൃത്യമായി തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. ഇഞ്ചക്ടർ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്പാർക്ക് പ്ലഗ് ആണ്. ഓക്കെ, ഓരോ പോയിന്റുകളും കൃത്യമായി ഓർത്തിരിക്കും. പിന്നീട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണ ഡിപ്ലോമ ലെവൽ എക്സാമിനേഷൻസിനാണ് ഇതിന്റെ ഒരു തെർമോഡൈനാമിക്സ് അനാലിസിസ് എന്ന് ക്വസ്റ്റ്യൻസ് സാധാരണ വരാറ്. അതായത് ഓട്ടോ അല്ലെങ്കിൽ ഡീസൽ സൈക്കിളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അതിന്റെ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ലൈക്ക് അതിന്റെ എഫിഷ്യൻസി എങ്ങനെ കൂടുന്നു, എഫിഷ്യൻസിന്റെ ഡിപെൻഡൻസി എന്തൊക്കെയാണ്, കട്ട് ഓഫ് റേഷ്യോ ആണോ ക്ലിയറൻസ് റേഷ്യോ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്നത് പോലെ കംപ്രഷൻ റേഷ്യോ ഡിപെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഓട്ടോ സൈക്കിളിനെയും, കംപ്രഷൻ റേഷ്യോയും കട്ട് ഓഫ് റേഷ്യോ ഡിപെൻഡ് ചെയ്യുന്നത് ഡീസൽ സൈക്കിളിനെ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ അതിന്റെ ഇക്വേഷൻസ് ഒക്കെ വരുന്നത് അതിന്റെ ഒരു തെർമോഡൈനാമിക്സ് അപ്രോച്ച് കൂടെ പഠിക്കേണ്ട സ്ഥലങ്ങളിലാണ്. പക്ഷേ IT ലെവൽ എക്സാമിനേഷൻസിന് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ബുക്കുകൾ കൃത്യമായി തന്നെ റെഫർ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നടത്തുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് മാത്രമാണ്. കാരണം നമ്മുടെ എല്ലാ മൊഡ്യൂളുടെയും എല്ലാ ടേബിൾ കൂടിയും ഒന്ന് കടന്നു പോവുക എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്.
ഡീറ്റെയിൽഡ് സെക്ഷൻസിന്റെ നോട്ട് കൃത്യമായി വായിച്ചിട്ടേ നമ്മൾ എക്സാം എഴുതാവുള്ളൂ. അതുപോലെ തന്നെ കുറെ പേരുടെ സംശയമാണ് സിലബസിലാകെ ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു സംശയം ആർക്കും വേണ്ട. കാരണം ഇപ്പൊ റീസെന്റ് നടന്ന ജൂനിയേഴ്സിന്റെ പ്ലംബർ പരീക്ഷ തന്നെ നോക്കാം. അപ്പൊ സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന ഒരു വാക്കൊന്നും സിലബസിൽ നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് 2 or 3 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആകെ നിമി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പഠിക്കാനുള്ളൂ. ആകെ 2 വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു സ്കിപ്പിംഗ് നടത്താതിരിക്കുന്നതാണ് എപ്പോഴും ബുദ്ധിമാനമായ കാര്യം എന്ന് പറയുന്നത്. കാരണം എപ്പോഴും നമ്മുടെ സിലബസിന്റെ അടിയിലൊക്കെ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട വേറെ ക്വസ്റ്റ്യൻസും വരാമെന്ന്. അപ്പം നിമിയുടെ ബുക്കിൽ നിന്ന് പിന്നെ ഒരു സ്കിപ്പിംഗ് ഉണ്ടാവണ്ട, നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഒരു സ്കിപ്പിംഗ് പിന്നീട് നടത്തണ്ട. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എനിവേ, വാട്ട് ഈസ് എ ഫയറിംഗ് ഓർഡർ ഫോർ എ 6 സിലിണ്ടർ എഞ്ചിൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ. 132 456 153 624 135 426 124 365. ഏതാണ് 153 624 is the right answer in this question. ഇവിടെയും നമുക്ക് കുറെ ഡൗട്ടുകൾ വരാറുണ്ട്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കംപ്രഷൻ റേഷ്യോയുടെ വാല്യൂസ് ഫയറിംഗ് ഓർഡർ വാല്യൂസ് പറയുന്നുണ്ട്. 1 3 4 5 അതുപോലെ തന്നെ 6 കഴിഞ്ഞ് പിന്നെ 8 തന്നെ V8 ഉണ്ട്, ഇൻലൈൻ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ് 153 624 ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഓരോന്നോരോ നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇൻലൈൻ എഞ്ചിൻ വിച്ച് സിലിണ്ടർ ഈസ് ടിപ്പിക്കലി ഡിസിഗ്നേറ്റഡ് ആസ് നമ്പർ 1. നമ്പർ 1 എന്ന് മെൻഷൻ ചെയ്യുന്നത് എന്താണ്? അപ്പം നമ്മൾ എപ്പോഴും റേഡിയേറ്ററിന്റെ തൊട്ടടുത്തുള്ള സിലിണ്ടറിനാണ് നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അപ്പൊ ഇതും എന്താണ്, അധികം കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. നെക്സ്റ്റ്, ഇൻ എ V8 എഞ്ചിൻ ഹൗ മെനി സിലിണ്ടേഴ്സ് ഫയർ ബിഫോർ സിലിണ്ടർ നമ്പർ 4. ഇതും ഒരു എന്താണ്, ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. കാരണം V8 എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ അറിയാതെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കില്ല. ഇത് ഇവിടെ ആൻസർ 7 ആണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കാം. 7 ഈസ് ദ റൈറ്റ് ആൻസർ. എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ തന്നെ പറയും. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഈസ് എ ഫയറിംഗ് ഓർഡർ ഇൻ ആൻ എഞ്ചിൻ ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഇറ്റ്സ് ഡിസൈൻ. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ടു ഡിറ്റർമൈൻസ് എഞ്ചിൻ ഫ്യൂൽ എഫിഷ്യൻസി, to regulate the engine's emission, to ensure smooth engine operation performance, to control the engine's exhaust temperature. കാരണം ഫയറിംഗ് ഓർഡർ അടുപ്പിച്ച് രണ്ട് സിലിണ്ടർ അടുപ്പിച്ച് പവർ സ്ട്രോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സ്മൂത്ത് എഞ്ചിൻ ഓപ്പറേഷൻ കിട്ടില്ല, പെർഫോമൻസ് കറക്റ്റ് കിട്ടില്ല. ടു എൻഷുർ സ്മൂത്ത് എഞ്ചിൻ ഓപ്പറേഷൻ പെർഫോമൻസ് എന്നുള്ളതാണ് ഫയറിംഗ് ഓർഡർ കൃത്യമായി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, എനിവേ ആൻസേഴ്സ് 153 624, നിയറസ്റ്റ് റേഡിയേറ്റർ 7, ടു എൻഷുർ സ്മൂത്ത് എഞ്ചിൻ ഓപ്പറേഷൻ പെർഫോമൻസ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ മെൻഷൻ ചെയ്യുന്നു. എനിവേ, എന്താണ് ഫയറിംഗ് ഓർഡർ? ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് പവർ സ്ട്രോക്കിനെയാണ് നമ്മൾ ആക്ച്വലി ഫയറിംഗ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ മൾട്ടി സിലിണ്ടർ എഞ്ചിനിൽ ഈ പവർ സ്ട്രോക്ക് നമ്മൾ സീക്വൻസ് ആയിട്ട് പറയുകയാണ്, ആ ഓർഡർ അറിയപ്പെടുന്നതാണ് ഫയറിംഗ് ഓർഡർ. ഇത് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ഒരു എഞ്ചിന്റെ ഡിസൈനോ അല്ലെങ്കിൽ പെർഫോമൻസിനെ ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഫയറിംഗ് ഓർഡർ. ഇനി സിലിണ്ടറിന്റെ നമ്പറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കീ വേർഡാണ് പറയുക, ഇൻലൈൻ എഞ്ചിൻ ദ നിയറസ്റ്റ് സിലിണ്ടർ ടു ദ റേഡിയേറ്റഡ് ഡിസിഗ്നേറ്റഡ് ആസ് നമ്പർ 1. ഇതൊരു ഗോൾഡൻ പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. ഈ ഫയറിംഗ് ഓർഡർ ഓഫ് സിലിണ്ടർ കൗണ്ട് 132 ആണ് 3 സിലിണ്ടർ, 134 ആണ് 4 സിലിണ്ടർ, 5 സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 135 4 ആണ്, 6 സിലിണ്ടർ എന്ന് പറഞ്ഞാൽ 153 624 ആണ്, 8 സിലിണ്ടർ ഇൻലൈൻ 187 36542 ആണ്. ഇനി 8 സിലിണ്ടർ V8 ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. 132 58 674 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ആണ് ലാസ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. 4ന് മുമ്പ് എത്ര സിലിണ്ടർ നടന്നിട്ടുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. 4ാമത്തെ സിലിണ്ടറിന് മുമ്പ്, 4ാമത്തെ സിലിണ്ടർ പവർ സ്ട്രോക്ക് നടക്കുന്നതിന് മുമ്പ് 7 സിലിണ്ടറുകളിലെ പവർ നടന്നിട്ടുണ്ട്. അതാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് പ്രൊവൈഡിംഗ് ലീഡ് ഫോർ ഇൻലെറ്റ് വാൽവ് ആൻഡ് ഇൻലൈൻസ്. അപ്പൊ ഈ വാൽവ് ലീഡ്, വാൽവ് ലാഗ്, അതുപോലെ തന്നെ വാൽവ് ഓവർലാപ്പ്, ഈ 3 വാൽവ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുന്നത്. അപ്പൊ എന്താണ് ലീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? ലീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഡിലേ ആണ് അല്ലെ. മെയ്ഡ് ഓപ്പൺ സെറ്റ് ഡിഗ്രി ഏർലിയർ ദാൻ TDC, സോറി, ഒരു ഏർലിയർ പ്രോസസ് ആണ്. മുമ്പേ TDCക്ക് മുമ്പേ എന്ത് ചെയ്യുന്ന വാൽവ് ഓപ്പൺ ആവുകയാണ്. ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ ആവാണ്, അത് ക്ലോസ് ആയി തന്നെ നിൽക്കുന്നതാണ് ലാഗ് എന്ന് പറയുന്നത്. മുമ്പേ തുറക്കുന്നതാണ് ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീഡ് കാരണം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എയർ ഫ്യൂൽ മിക്സർ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് ഫുൾ ആവും. അപ്പൊ ഈ ഫുൾ ആവുന്നത് അലോ മോർ ചാർജ് ഇൻ ടു സിലിണ്ടറിന് കാരണം. അപ്പൊ അതാണ് ലീഡ് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സ്കാവഞ്ചിങ്ങിനെയും ഒബ്വിയസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രൈമറി കാര്യമായിട്ട് പറയുമ്പോൾ എനേബിൾ എയർ ഫ്യൂൽ മിക്സർ ടു ഫിൽ ദ സിലിണ്ടർ ടു ഇറ്റ്സ് കപ്പാസിറ്റി എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ആൾസോ ഹെൽപ്സ് ഇൻ സ്കാവഞ്ചിങ് ബട്ട് burn gases by using a momentum of intake air fuel mixture എന്നും കൂടെ
എന്റെ കൂടെ പറയുന്ന പോയിന്റാണ്. നെക്സ്റ്റ്, വൈ ആർ ഇൻലെറ്റ് വാൽവ് മെയ്ഡ് ക്ലോസ് സർട്ടൻ ഡിഗ്രി ആഫ്റ്റർ BDC ഇൻ ആൻ എഞ്ചിൻ. അപ്പൊ ഇതെപ്പോഴും എന്തായിരിക്കും, നമ്മുടെ വോളിമെട്രിക് എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ക്ലോസ് സർട്ടൻ ഡിഗ്രി ആഫ്റ്റർ BDC ഇൻ ആൻ എഞ്ചിൻ, BDCക്ക് ശേഷവും റിമെയിൻ ക്ലോസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ്, അത് വോളിമെട്രിക് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ്, വാൽവ് ഓവർലാപ്പ് എന്താണ്? വാൽവ് ഓവർലാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു ഈ പറയുന്ന ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും റിമെയിൻ ഓപ്പൺ ആയിരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. ഇത് അറിയപ്പെടുന്ന പേരാണ് വാൽവ് ഓവർലാപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ലാഗ് പഠിക്കുന്ന സമയത്ത് ലാഗ് എക്സോസ്റ്റ് വാൽവ് ഇൻലെറ്റ് വാൽവ് സെപ്പറേറ്റ് തന്നെ പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, when does the valve overlap period occur in the engine 4-stroke engine എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്ന് നോക്കുക, ഏതൊക്കെ സമയത്താണ് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഒരേപോലെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇത് എവിടെയായിരിക്കും? ഓക്കെ, കംപ്രഷൻ ആൻഡ് പവർ ഒരിക്കലും ആവില്ല. ഇൻടേക്ക് ആൻഡ് കംപ്രഷൻ ഉണ്ടാവില്ല. പവർ ആൻഡ് എക്സോസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും എന്തായിരിക്കും? എക്സോസ്റ്റ് സ്ട്രോക്കും സക്ഷൻ സ്ട്രോക്കും ഇതിന്റെ ഇടയിൽ മാത്രമാണ് എന്തുണ്ട്, വാൽവ് ഓവർലാപ്പിന്റെ പോസിബിലിറ്റി ഉള്ളൂ. Okay, occurs at the end of exhaust stroke and beginning of suction stroke. During the speed, both the valves are remains open. Okay, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. Then അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് തന്നെ കാണാം. പിന്നെ നമ്മൾ ഓക്കെ, ഇനി നമ്മളൊരു കുറച്ച് മോക്ക് ടെസ്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം പുതിയ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും പുതിയ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ പറ്റിയാൽ നമ്മൾ സിസ്റ്റം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് പബ്ലിഷ് ചെയ്തതുപോലെ തന്നെ ഒരു ബുക്ക് ബൈ ദിസ് വീക്ക് ഒരു ക്വിക്ക് റിവിഷൻ എന്ന രീതിയിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി നമ്മൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അത് മാക്സിമം ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ തന്നെ എല്ലാ കൈകളിലേക്ക് എത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിവേ അത് പബ്ലിഷ് ചെയ്ത ഉടൻ തന്നെ നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, എനിവേ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ.